ഓണക്കാലം ഓഫറുകളുടെ പെരുമഴക്കാലം കൂടിയാണ്. പ്രമുഖ ഓൺലൈൻ സൈറ്റുകളിലും വലിയ ഇലക്ട്രോണിക്സ് കടകളിലുമെല്ലാം നമ്മളെ ആകർഷിക്കുന്ന കൂറ്റൻ ബോർഡുകൾ കാണാം. അപ് ടു 70% ഓഫ്. ഈ വലിയ ഓഫറുകൾ കാണുമ്പോൾ നമ്മളിൽ പലരും ഒന്നും നോക്കാതെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാറുണ്ട്. എന്നാൽ ഈ അപ് ടു ഓഫറുകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? നമ്മൾ കാണുന്നതെല്ലാം യഥാർത്ഥ വിലക്കിഴിവ് തന്നെയാണോ? ഓണം ഷോപ്പിംഗ് പൊടി പൊടിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇതാ. എന്താണ് അപ് ടു 70% ഓഫ് എന്നതിന്റെ യഥാർത്ഥ അർത്ഥം? 70% വരെ വിലക്കിഴിവ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കരുതുന്നത് തിരഞ്ഞെടുക്കുന്ന എല്ലാ സാധനങ്ങൾക്കും 70% ഡിസ്കൗണ്ട് ലഭിക്കുമെന്നതാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഒരു പ്രത്യേക വിഭാഗത്തിലെ തിരഞ്ഞെടുത്ത ചുരുക്കം ചില ഉൽപ്പന്നങ്ങൾക്ക് മാത്രമായിരിക്കും ഈ 70% കിഴിവ് ലഭിക്കുക. ഒരുപക്ഷെ അധികം വിറ്റഴിക്കാത്തതോ സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യേണ്ടതോ ആയ ഉൽപ്പന്നങ്ങളാവാം ഈ വലിയ ഓഫർ. നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പുതിയ മോഡൽ ഫോണിനോ ലാപ്ടോപ്പിനോ ചിലപ്പോൾ 10%, 15% കിഴിവ് മാത്രമേ കാണുകയുള്ളൂ. ബാക്കി ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഈ അപ് ടുവിന് താഴെയുള്ള ഡിസ്കൗണ്ടുകളായിരിക്കും. ചുരുക്കത്തിൽ ഉപഭോക്താക്കളെ കടയിലേക്ക് ആകർഷിക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണിത്. പഴയ ഉൽപ്പന്നങ്ങൾ പുതിയ ഓഫറിൽ. ഓണം പോലുള്ള ആഘോഷ സീസണുകളിൽ കമ്പനികൾ അവരുടെ പഴയ സ്റ്റോക്കുകൾ വിറ്റഴിക്കാൻ ശ്രമിക്കുന്നത് ഒരു സാധാരണ കാഴ്ചയാണ്. കഴിഞ്ഞ വർഷത്തെ മോഡൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഫാഷൻ ഉൽപ്പന്നങ്ങൾ എന്നിവയൊക്കെ ആവാം വലിയ വിലക്കിഴിവിൽ ലഭ്യമാവുക. പുതിയ ടെക്നോളജി വരുമ്പോൾ പഴയതിന് സ്വാഭാവികമായും വില കുറയും. എന്നാൽ ഇത് വലിയൊരു ഓഫറായി അവതരിപ്പിച്ച് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ഉൽപ്പന്നം വാങ്ങുന്നതിന് മുൻപ് അത് എപ്പോൾ പുറത്തിറങ്ങിയതാണെന്നും അതിന്റെ പുതിയ പതിപ്പുകൾ വിപണിയിൽ ലഭ്യമാണോ എന്നും ഉറപ്പുവരുത്തുക. വില കൂട്ടിയിട്ട് ഡിസ്കൗണ്ട് നൽകുന്ന തട്ടിപ്പ് എങ്ങനെ തിരിച്ചറിയാം? ഓൺലൈൻ ഷോപ്പിംഗിലെ ഏറ്റവും വലിയ ചതിക്കുഴികളിൽ ഒന്നാണിത്. ഒരു ഉൽപ്പന്നത്തിന്റെ വില ഉത്സവ സീസണിന് തൊട്ടു മുൻപ് കുത്തനെ കൂട്ടുകയും പിന്നീട് വലിയൊരു ഡിസ്കൗണ്ട് നൽകി പഴയ വിലയ്ക്കോ അല്ലെങ്കിൽ അല്പം മാത്രം കുറച്ചോ വിൽക്കുകയും ചെയ്യുന്ന രീതിയാണിത്. ഉദാഹരണത്തിന് 50,000 രൂപ വിലയുണ്ടായിരുന്ന ഒരു ലാപ്ടോപ്പിന് ഓണം ഓഫറിന് തൊട്ട് മുൻപ് 60,000 രൂപയാക്കുകയും പിന്നീട് 15% ഡിസ്കൗണ്ട് എന്ന് കാണിച്ച് 51,000 രൂപയ്ക്ക് വിൽക്കുകയും ചെയ്യാം. യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നത് ചെറിയൊരു ശതമാനം കിഴിവ് മാത്രമാണ്. പക്ഷെ നമ്മൾ കരുതുന്നത് വലിയൊരു ഓഫർ ലഭിച്ചു എന്നതാണ്. ഈ തട്ടിപ്പ് തിരിച്ചറിയാൻ ഏറ്റവും നല്ല മാർഗം പ്രൈസ് ഹിസ്റ്ററി വെബ്സൈറ്റുകൾ ഉപയോഗിക്കുക എന്നതാണ്. എന്താണ് പ്രൈസ് ഹിസ്റ്ററി വെബ്സൈറ്റുകൾ? ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള സൈറ്റുകളിലെ ഒരു ഉൽപ്പന്നത്തിന്റെ മുൻകാലങ്ങളിലെ വില വിവരം ഒരു ഗ്രാഫിന്റെ രൂപത്തിൽ കാണിച്ചു തരുന്ന വെബ്സൈറ്റുകളാണിവ. ഇതുവഴി ഒരു സാധനത്തിന് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി എന്ത് വിലയായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഇന്ത്യയിൽ ഉപയോഗിക്കാവുന്ന ചില പ്രമുഖ പ്രൈസ് ഹിസ്റ്ററി ടൂളുകൾ ഇനി പറയാം. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, ക്രോം തുടങ്ങി നിരവധി ഇന്ത്യൻ സ്റ്റോറുകളിലെ ഉൽപ്പന്നങ്ങളുടെ വില ട്രാക്ക് ചെയ്യാൻ ഈ വെബ്സൈറ്റും ആപ്പും സഹായിക്കും. ഫ്ലിപ്പ് ഷോപ്പി. ഇതൊരു ബ്രൗസർ എക്സ്റ്റൻഷനായി ഉപയോഗിക്കാം. ഫ്ലിപ്കാർട്ട്, ആമസോൺ തുടങ്ങിയ സൈറ്റുകളിൽ ഒരു പ്രോഡക്റ്റ് പേജ് തുറക്കുമ്പോൾ തന്നെ അതിന്റെ വിലയുടെ ഗ്രാഫ് നമുക്ക് കാണാൻ സാധിക്കും. ബൈ ഹട്ട്കി. വില താരതമ്യം ചെയ്യാനും പ്രൈസ് ഹിസ്റ്ററി ഗ്രാഫ് കാണാനും വില കുറയുമ്പോൾ അലേർട്ട് ലഭിക്കാനും ഈ ടൂൾ ഉപയോഗപ്രദമാണ്. ഇവ എങ്ങനെ ഉപയോഗിക്കാം? നിങ്ങൾക്ക് വാങ്ങേണ്ട ഉൽപ്പന്നത്തിന്റെ ലിങ്ക് കോപ്പി ചെയ്യുക. പ്രൈസ് ഹിസ്റ്ററി വെബ്സൈറ്റിൽ പേസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ആ ഉൽപ്പന്നത്തിന്റെ കഴിഞ്ഞ കുറച്ചു നാളുകളിലെ വില വ്യതിയാനങ്ങൾ ഒരു ഗ്രാഫായി കാണും. ഓഫർ സമയത്തെ വില ഗ്രാഫിലെ ഏറ്റവും കുറഞ്ഞ വിലയുമായി താരതമ്യം ചെയ്യുക. വില കൂട്ടിയിട്ടാണോ ഡിസ്കൗണ്ട് നൽകിയിരിക്കുന്നത് എന്ന് ഇതിലൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഓണം ഷോപ്പിംഗ് സ്മാർട്ടാക്കാൻ ചില പൊടിക്കൈകൾ. ലിസ്റ്റ് തയ്യാറാക്കുക. എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് മുൻകൂട്ടി ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ഇത് അനാവശ്യമായ പർച്ചേസുകൾ ഒഴിവാക്കാൻ സഹായിക്കും. വില താരതമ്യം ചെയ്യുക. ഒരേ ഉൽപ്പന്നം തന്നെ പല വെബ്സൈറ്റുകളിൽ പല വിലയിലായിരിക്കും. സ്മാർട്ട് ട്രിക്സ്, പ്രൈസ് ബാബ പോലുള്ള വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് വിലകൾ താരതമ്യം ചെയ്യുക. പ്രൈസ് ഹിസ്റ്ററി പരിശോധിക്കുക. മുകളിൽ പറഞ്ഞതുപോലെ പ്രൈസ് ഹിസ്റ്ററി ടൂളുകൾ ഉപയോഗിച്ച് ഓഫറുകളുടെ സത്യാവസ്ഥ ഉറപ്പുവരുത്തുക. റിവ്യൂകൾ വായിക്കുക. ഒരു ഉൽപ്പന്നം വാങ്ങുന്നതിന് മുൻപ് മറ്റു ഉപഭോക്താക്കളുടെ അഭിപ്രായങ്ങൾ വായിക്കുന്നത് നല്ലതാണ്. ബാങ്ക് ഓഫറുകൾ ശ്രദ്ധിക്കുക. പലപ്പോഴും ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾക്ക് അധിക കിഴിവുകൾ ലഭിക്കാറുണ്ട്. അതുകൂടി കണക്കിലെടുത്ത് പർച്ചേസ് ചെയ്യുക. ഓണം ഓഫറുകളുടെ ലോകം വളരെ വലുതാണ്. അല്പം ശ്രദ്ധിച്ചാൽ ഈ ചതിക്കുഴികളിൽ വീഴാതെ മികച്ച ഉൽപ്പന്നങ്ങൾ നല്ല വിലയ്ക്ക് സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കും.
എല്ലാവർക്കും സന്തോഷകരവും സ്മാർട്ടുമായ ഓണം ഷോപ്പിംഗ് ആശംസിക്കുന്നു. നന്ദി.